പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്, ദൈവഭയമില്ലാത്ത പുത്രരിൽ സന്തോഷിക്കുകയുമരുത്. ഈ നിമിഷങ്ങളിൽ ദൈവവചനത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ രക്ഷിതാവായ കർത്താവേ, ജീവിതത്തിന്റെ വിവിധ ഭാരങ്ങളുടെ ഇടയിൽ ദൈവവചനം ശ്രവിച്ച് അങ്ങയെ ആരാധിക്കാൻ വേണ്ടി അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂട്ടിയ ഓരോ മകന്റെ മേലും മകളുടെ മേലും കരുണയായിരിക്കണമേ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുലിഖിതം. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവിടുന്ന് അവരുടെ മനസ്സ് തുറന്നു. കർത്താവെ, വചനം കേൾക്കാൻ പറ്റാത്ത വിധം അടഞ്ഞുപോയ ഹൃദയങ്ങളെ, മനസ്സുകളെ ഇപ്പോൾ തുറക്കണമേ, അവിടുന്ന് സ്പർശിക്കണമേ കർത്താവെ. യെശയ്യായുടെ പുസ്തകത്തിൽ 51-ാം അധ്യായം അതിൽ 15-ാം തിരുലിഖിതം. തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എന്റെ നാമം. ഓ ദൈവമേ, അവിടുത്തെ മഹത്വമേറിയ ശക്തി, ഭുജബലം ഇപ്പോൾ ഈ ദൈവമക്കൾക്ക് വേണ്ടി പ്രകടമാക്കണമേ. ക്ഷീണിതർ, രോഗികൾ, തളർന്നവർ, ദുഃഖിതർ, വലിയ മനപ്രയാസങ്ങൾ ഇരിക്കുന്നവർ അങ്ങയുടെ മഹത്വമേറിയ ഭുജബലം ഇപ്പോൾ കാണുമാറാകട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ. പൈശാചിക പീഡകൾ വിട്ടുമാറി പോകട്ടെ. ഈ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുരാത്മഭൂതങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. വചനം കേൾക്കുമ്പോൾ മല്ലടിക്കുന്ന പ്രകൃതം, അനുസരണക്കേട്, താന്തോന്നിത്വം, വഷള സ്വഭാവം, എതിർപ്പ്, നിരീശ്വര ചിന്തകൾ, ദൈവനിഷേധം, ഇങ്ങനെയുള്ള ഓരോ മേഖലകളിൽ ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ദുരാത്മഭൂതങ്ങളെയും പൈശാചിക പീഡകളെയും നസ്രായന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിത്യാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ വചനത്തിന്റെ ആത്മാവേ, ഓ ഉണർവിന്റെ ആത്മാവേ, അങ്ങയുടെ ദാസന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, വംശങ്ങളുടെ മേൽ ഇപ്പോൾ നിറയണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കരുത്, ദൈവഭയമില്ലാത്ത പുത്രരിൽ നീ സന്തോഷിക്കരുത്. ഈ അടുത്ത കാലത്ത് ഒരു ദുഃഖകരമായ വാർത്ത അച്ഛൻ ശ്രദ്ധിച്ചു. ഒരു സ്കൂൾ വിദ്യാർത്ഥി തോക്കുമായി ക്ലാസ്സിലേക്ക് വന്നിട്ട് ആ ക്ലാസ്സിലുണ്ടായിരുന്ന തന്റെ സഹപാഠികളെ പലരെയും വെടിവെച്ച് വീഴ്ത്തി. ഈ അടുത്ത ദിവസം മറ്റൊരു വീട്ടമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ മകൻ, അവൻ അരിശം വന്നാൽ അവൻ പിന്നെ വാക്കത്തിയെടുത്ത് വെട്ടാൻ വേണ്ടി എന്നെ ഇട്ട് ഓടിക്കും. അവൻ അരിശം വന്നാൽ പിന്നെ കണ്ണുമൂക്കില്ല, അവൻ ആരെന്ന് നോട്ടമില്ല, അവൻ എന്ത് തെറിയും വിളിച്ചു പറയും. തെറി വിളിച്ചു പറയുന്ന മക്കള്, അടിക്കാൻ കൈ ഓങ്ങുന്ന മക്കള്, ക്രൂരത പ്രവർത്തിക്കാൻ മടിയില്ലാത്ത സന്താനങ്ങൾ ഇന്ന് നിരവധി പ്രദേശങ്ങളിൽ തലപൊക്കുന്നുണ്ട്. ഈ ഒരു വേദന ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. കൊള്ളരുതാത്ത മക്കളിൽ, ദൈവഭയമില്ലാത്ത മക്കളിൽ ആനന്ദിക്കരുത്. ഏത് മക്കളെയാണ് കൊള്ളരുതാത്ത മക്കൾ എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത്? ദൈവഭയമില്ലാത്ത ഓരോരുത്തരെയും കൊള്ളരുതാത്ത മക്കൾ എന്നല്ലേ തിരുലിഖിതങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഈ ഭൂമി ജനിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും പ്രിയങ്കരനാക്കി ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കി മാറ്റുന്നത് ഹൃദയത്തിലുള്ള ദൈവഭയമാണ്, ഹൃദയത്തിലുള്ള ദൈവഭക്തിയാണ്. ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ദൈവഭയം, ദൈവഭക്തി ഉണ്ടാകാൻ ദൈവത്തിന്റെ വചനത്തിൽ ദൈവമക്കളോട് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്.
അതാണ് നിയമാവർത്തന പുസ്തകം അതിൽ 32-ാം അധ്യായത്തിൽ 45-ഉം 46-ഉം 47-ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. മോശ പ്രവാചകൻ ഒരു ആയുസ് മുഴുവൻ ദൈവത്തിന്റെ മുമ്പിലും ദൈവജനത്തിന്റെ മുമ്പിലും നിന്ന് ജനത്തിന്റെയും ദൈവത്തിന്റെയും മനസ്സറിഞ്ഞ ദൈവത്തിന്റെ ദാസനായ മോശ പ്രവാചകൻ മരിക്കാൻ കിടക്കുമ്പോൾ മരണക്കിടക്കയിൽ വെച്ച് ഇസ്രായേൽ ജനങ്ങളെ മുഴുവൻ തന്റെ അരികിലേക്ക് വിളിച്ചുകൂട്ടി. അതിനുശേഷം മോശ പ്രവാചകൻ ആ ജനങ്ങളോട് ഉത്ബോധിപ്പിക്കുന്ന തന്റെ മരണ നിമിഷത്തിലെ അവസാന ഉപദേശങ്ങളാണ്, അന്തിമ ഉപദേശങ്ങളാണ് നിയമാവർത്തനം 32-ാം അധ്യായം 45 മുതൽ 47 വരെ വാക്യങ്ങളിൽ കാണുന്നത്. അതിൽ അന്തിമ ഉപദേശത്തിന്റെ ഏറ്റവും മർമ്മഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉത്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിച്ചു പഠിപ്പിക്കുന്നതിന് വേണ്ടി ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും മക്കളെ വളർത്താൻ, അത് ഇടവകയാണെങ്കിലും കോൺവെന്റ് ആണെങ്കിലും കുടുംബമാണെങ്കിലും, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ ദൈവ ഭയത്തിൽ വളർത്താൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവമായ കർത്താവിന്റെ വചനങ്ങൾ ഈ മക്കളോട് ആജ്ഞാപിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഈ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്ന വചനങ്ങൾ ഈ മക്കളെ ആജ്ഞാപിച്ച് പഠിപ്പിക്കണം. വീണ്ടും മോശ പ്രവാചകൻ പറയുകയാണ്, എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. ഈ മോശ പ്രവാചകന് വേറെ എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ പരിതോവസ്ഥകളും എല്ലാ അറ്റ്മോസ്ഫിയറും ഒരുക്കി കൊടുക്കണം. നിങ്ങളുടെ മക്കളെ കായിക പരിശീലനത്തിന് വിടണം. നിങ്ങളുടെ മക്കളെ കലയും ഡാൻസൊക്കെ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കളെ നല്ല ഭരണ പരിശീലനം കൊടുക്കണം. വിദേശ രാജ്യങ്ങൾ വിട്ട് പഠിപ്പിക്കണം. നല്ല സൈന്യത്തെ രൂപപ്പെടുത്തണം. ഒരു ജനം നിലനിൽക്കാൻ വേണ്ടി ഒരു ജന നേതാവ് എന്ന നിലയിൽ മോശയ്ക്ക് തന്റെ പിൻഗാമികളോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാമായിരുന്നു. എന്നാൽ മോശ പ്രവാചകൻ അങ്ങനെയുള്ള ഒറ്റ കാര്യങ്ങളും മരിക്കുന്ന നിമിഷങ്ങളിൽ തന്റെ ജനത്തിന് ഉപദേശമായി കൊടുക്കുന്നില്ല. മോശ പ്രവാചകൻ പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യമാണ് അന്തിമോപദേശത്തിന്റെ മർമ്മഭാഗം എന്ന ഈ ഭാഗത്ത് കാണുന്നത്. എന്തെന്നാൽ ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. എന്താണ് കാരണം? കാരണം ജോർദാൻ അക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇത് നിമിത്തമായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നത്, നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ ദൈവിക ശുശ്രൂഷകൾ ഉണ്ടാകുന്നത്, നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തനം ഉണ്ടാകുന്നത്, അഭിവൃദ്ധി ഉണ്ടാകുന്നത്, സകല നന്മകളുടെയും അടിസ്ഥാനം മക്കളെ ദൈവത്തിന്റെ വചനം എത്രമാത്രം കൽപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഒരു യുഗം മുഴുവൻ ദൈവത്തിന് മുമ്പിലും ജനത്തിന് മുമ്പിലും നിന്ന ജനനേതാവായ മോശ തന്റെ മരണ നിമിഷത്തിൽ അന്തിമോപദേശത്തിലെ ഏറ്റവും മർമ്മഭാഗത്ത് ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 3 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള തിരുലിഖിതങ്ങൾ. യോവാക്കീം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. സൂസന്നയെയാണ് ദൈവവചനയോടെ പരിചയപ്പെടുത്തി തരുന്നത്. യോവാക്കീം എന്നൊരുവൻ സൂസന്നയെ വിവാഹം ചെയ്ത് അങ്ങനെ അവർ കുടുംബജീവിതം നയിച്ചു വരികയാണ്. അപ്പോൾ സൂസന്നയുടെ ജീവിതത്തിലേക്ക് വലിയ ഒരു പ്രശ്നം ഇതാ കൊടുമ്പിരിക്കൊള്ളുകയാണ്. 2 ന്യായാധിപന്മാർക്ക് ഈ സൂസന്നയിൽ അഭിലാഷമുണ്ടാവുകയും ഈ സൂസന്നയെ പാപത്തിന് നിർബന്ധിക്കുകയുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സൂസന്നയുടെ ജീവിതത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വലിയൊരു പാപ പ്രലോഭനം. എന്നാൽ സൂസന്ന അണുവിട തെല്ലു നേരം പോലും അങ്ങനെയുള്ള പാപത്തിന് ചെവി കൊടുക്കാതെ, മനസ്സ് വശമതയാകാതെ അവൾ പറഞ്ഞു, പാപത്തേക്കാൾ ഭേദം മരണം. അവൾ ആ ന്യായാധിപരെ ശാസിച്ച് ആ ന്യായാധിപരെ എതിർത്തു നിന്നു, പാപത്തോട് എതിർത്തു നിന്നു. അവൾ ഇതാ ആ ന്യായാധിപന്മാരാൽ
മരണത്തിന് വിധിക്കപ്പെട്ടു. ഒരു കുറ്റവാളിയെ പോലെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അവളെ സഹായിക്കാൻ ആരുമില്ല. സ്വന്തം ഭർത്താവ് പോലും കൈവിട്ട്, എല്ലാവരും കൈവിട്ട്, അവളെ തെറ്റിദ്ധരിച്ച്, അവൾ നിരപരാധിയാണെങ്കിലും അവളെ കുറ്റം വിധിച്ച് ഈ ഭൂമുഖത്ത് നിന്ന് കല്ലെറിഞ്ഞ് കൊന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി ആ ന്യായാധിപന്മാർ അവളുടെ മേൽ വിധി പ്രസ്താവിച്ച്. എങ്കിലും അവളുടെ മനസ്സിൽ ക്ഷണനേരം പോലും പാപത്തിന് വഴങ്ങാൻ അവൾക്ക് തോന്നിയില്ല. അവൾ എപ്പോഴും പാപത്തോട് എതിർത്തുകൊണ്ടിരുന്നു. പാപത്തെക്കാൾ ഭേദം മരണം എന്നവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം അത്ഭുതകരമായി ആ ദൈവ പൈതലിനെ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന രംഗം തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: എന്തുകൊണ്ട് നമ്മുടെ അനേകം സഹോദരീ സഹോദരന്മാരെ പോലെ സൂസന്ന പാപത്തിന് ഒരു ക്ഷണം വഴങ്ങി കൊടുത്തില്ല? എന്തുകൊണ്ട് പാപത്തോട് സന്ധിയില്ല സമരം ചെയ്ത്? എന്തുകൊണ്ട് പാപത്തെക്കാൾ ഭേദം മരണമെന്ന് ചിന്തിച്ച് തെല്ലു നേരം പോലും പാപത്തിന് കീഴ്വഴങ്ങാതെ എതിർത്ത് നിന്ന് തന്റെ ജീവൻ പോയാൽ പോകട്ടെ, ഞാൻ ഒരു ക്ഷണം പോലും പാപത്തിന് കീഴ്വഴങ്ങുകയില്ല എന്ന് എന്തുകൊണ്ട് ഈ സൂസന്നയ്ക്ക് ചിന്തിക്കാൻ കഴിഞ്ഞ്? ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് അനേകർക്ക് ചിന്തിക്കാൻ പറ്റണില്ല? അതിനെക്കുറിച്ച് ദാനിയേൽ പുസ്തകം 13-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമമനുസരിച്ച് അവർ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ മകളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുട്ടികളെ എന്നും നമ്മുടെ മടി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുക? ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്ക് കടന്നു ചെല്ലേണ്ടവരല്ലേ? ഭരണകൂടങ്ങളിലേക്ക്, ഉദ്യോഗസ്ഥ മേഖലകളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക്, കമ്പനികളിലേക്ക്, ഫാക്ടറികളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കടന്നു പോകേണ്ടവരല്ലേ? എന്നും അവരുടെ കൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ? ഏത് രാജ്യത്തും ഏത് പാപകരമായ അന്തരീക്ഷത്തിൽ പോയാലും നമ്മുടെ മക്കൾ തെല്ലു നേരം പോലും പാപത്തിന് കീഴ്വഴങ്ങാതെ വിശുദ്ധിയിൽ അടിക്കടി ശക്തി പ്രാപിക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്: മക്കളെ ചെറുപ്പം മുതൽ ദൈവത്തിന്റെ വചനം കൽപ്പിച്ച് പഠിപ്പിക്കണം. അതാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ സൂസന്നയുടെ സംഭവത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വെളിപ്പെടുത്തി തരുന്നത്. അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായി. മോശയുടെ നിയമമനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർ തങ്ങളുടെ മകളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നിയമാവർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 47-ാമത്തെ വാക്യത്തിൽ മോശ പ്രവാചകൻ തന്റെ ജനത്തിന് കൊടുക്കുന്ന നിർദ്ദേശം എന്തെന്നാൽ, ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. യോർദാൻ അക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘകാലം വസിക്കുന്നത് ഇത് നിമിത്തമായിരിക്കും. യോർദാൻ അക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇത് നിമിത്തമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതത്തിൽ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്: ദൈവഭയം ഇല്ലാത്ത, പാപമെങ്കിൽ പാപം, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ കാര്യം നടക്കണം, അങ്ങനെ ദൈവഭയം ഇല്ലാത്ത ഒരു പൈതലാണ്, അങ്ങനത്തെ ഒരു കുട്ടിയാണ് നമ്മുടെ കുട്ടിയെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്: ദൈവഭയം ഇല്ലാത്ത 1000 കുട്ടികളെക്കാൾ മെച്ചമാണ് ദൈവഭയമുള്ള ഒരു പൈതൽ. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യം: ദൈവഭയമുള്ള ഒരുവൻ ദൈവഭയമില്ലാത്ത 1000 പാപികളെക്കാൾ മെച്ചമാണ്. ഒരപ്പന നിലയിൽ, ഒരമ്മ നിലയിൽ ഞാൻ നിങ്ങളും ആഗ്രഹിക്കണം, വിശുദ്ധിയുള്ള, ദൈവഭയമുള്ള, പ്രാർത്ഥനയുള്ള, വചനം വായിക്കുന്ന, ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന, ദൈവത്തോട് അടുപ്പമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പൈതലായിരിക്കണം നമ്മുടെ മക്കൾ എന്ന് നമ്മൾ ദൈവത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം തിരുലിഖിതം, മലാക്കി 2:15: ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് അവിടുന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് അവിടുന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്?
നമ്മുടെ മക്കൾ ദൈവഭക്തിയുള്ളവരാകാൻ, നമ്മുടെ മക്കൾ ദൈവത്തിന് പ്രിയങ്കരരാകാൻ ദൈവം അനാദി മുതലേ തന്റെ ജനത്തിന് കൊടുത്ത നിർദ്ദേശം നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൽ 4 മുതൽ 7 വരെയുള്ള തിരുലിഖിതങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇത് ദൈവം ആദ്യം മുതൽ തന്റെ ജനത്തെ വിളിച്ച ആദ്യ കാലഘട്ടം മുതൽ തന്റെ ജനത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് കാലാകാലങ്ങളിൽ പതിപ്പിച്ചു നൽകി ഞങ്ങളുടെ മക്കളെ ഇടവകകളിലും കോൺവെന്റുകളിലും കുടുംബങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ജീവിതങ്ങളെ ദൈവവചനത്തിന്റെ അടിത്തറയിൽ ദൈവഭക്തിയോടെ ദൈവഭയമുള്ളവരായി വളർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങളുടെ മേൽ അവിടുന്ന് അഭിഷേകം ചൊരിയണമേ. ഓ ദൈവമേ, കുഞ്ഞ് പൈതങ്ങളായിരിക്കുമ്പോൾ മുതൽ, ബാലികാബാലന്മാരായിരിക്കുമ്പോൾ മുതൽ, വിദ്യാർത്ഥിനികളായിരിക്കുമ്പോൾ മുതൽ തന്നെ വചനം പഠിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധി വളർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവിക ജീവിതം നയിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നൊരു ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ഹൃദയങ്ങളെ സ്പർശിക്കണമേ, എല്ലാ ആത്മാക്കളെ സ്പർശിക്കണമേ, എല്ലാ കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം അതിൽ 1-ാമത്തെ തിരുലിഖിതം, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ദിവ്യ സ്നേഹമേ. സകല ഹൃദയങ്ങളെയും ഭരിക്കുന്നവനായ ദൈവം യേശു കർത്താവ് ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മുമ്പിൽ. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുഞ്ഞു മക്കളെ സമർപ്പിക്കാം. ബാലികാബാലന്മാരും യുവതീ യുവാക്കന്മാരും ദൈവീകമായ അഭിഷേകത്തിന് വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കട്ടെ. ദൈവഭക്തിയുടെ അഭിഷേകം, വിശ്വാസത്തിൻ്റെ അഭിഷേകം, പ്രാർത്ഥനയുടെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണം, വംശങ്ങളിലേക്ക് വ്യാപരിക്കണം. കുടുംബങ്ങളിലും വംശങ്ങളിലും തലമുറകളായുള്ള ദൈവനിഷേധം, നിരീശ്വര ചിന്ത, ഭക്തിരാഹിത്യം, താന്തോന്നിത്വം,
ദൈവഭയമില്ലായ്മ, എതിർ ചിന്തകൾ, വിമത സ്വഭാവം, മല്ലടിക്കുന്ന പ്രകൃതം, ദൈവത്തോടും ദൈവികരും മത്സരിക്കുന്ന അവസ്ഥകൾ ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും വിട്ടുമാറി പോകണം. അതിനുവേണ്ടി ആഗ്രഹിച്ച് 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓ കർത്താവേ, സ്തുതിയുടെ നിമിഷങ്ങളിൽ, ദൈവാരാധനയുടെ നിമിഷങ്ങളിൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തലമുറകളായി കുടുംബങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകൾ മാറിപ്പോകട്ടെ. മക്കൾ ദൈവഭക്തിയിലും വിശുദ്ധ കൂദാശയിൽ അകന്നു പോകാൻ കാരണമാകുന്ന എല്ലാ ദുർപീഡകളെയും ദുരാത്മബാധകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെയും കുടുംബാംഗങ്ങളെയും പ്രാർത്ഥനയിൽ നിന്നും കൂദാശകളിൽ നിന്നും വിശുദ്ധ ജീവിതത്തിൽ നിന്നും ദേവാലയ കർമ്മങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്ന നാരകീയ സേനകളെ, ദുരാത്മഭൂതങ്ങളെ, പൈശാചിക ശക്തികളെ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ആരാധിക്കുന്നു ദൈവമേ, ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ദിവ്യ സ്നേഹമേ. എൻ്റെ പേര് ബോബൻ. പാലാരൂപതയിൽ പ്ലാസനാൽ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ്റെ രോഗം സൗഖ്യമായത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. 2009 മെയ് മാസം 24-ാം തീയതി തുടങ്ങുന്ന ആഴ്ചയിലെ ധ്യാനത്തിൽ ഞങ്ങൾ സകുടുംബം കിടന്നുള്ള ധ്യാനത്തിൽ വന്ന് സംബന്ധിച്ചു. തൽഫലമായി രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. 10 വർഷമായുള്ള ആസ്മരോഗം പരിപൂർണമായും ആ ധ്യാനത്തിൽ വെച്ച് വിട്ടുപോയി. ഇപ്പം മെയ് മാസത്തിൽ മാറിയതാണ്. ഈ 5-6 മാസം നോക്കി ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മിനി. എൻ്റെ വീട് കാഞ്ഞൂരാണ്. എനിക്ക് രക്തദൂഷ്യത്തിന്റെ ചൊറിച്ച് കൈയും കാലും ചൊറിഞ്ഞ് മാന്തി പൊട്ടണ. രക്തദൂഷ്യത്തിന്റെ പരിണതഫലമായി കയ്യും കാലും ചൊറിഞ്ഞ് മാന്തി പൊട്ടുന്ന ഒരു രോഗമായിരുന്നു ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഡിസംബർ 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ അട്ടപ്പാടിയിലത്തെ സേവ്യറച്ചന്റെ ടീമിന്റെ കാഞ്ഞൂര് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാഞ്ഞൂര് വെച്ച് ഈ അട്ടപ്പാടി കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു ഈ രോഗം മാറി കിട്ടണേ. ഞാൻ അട്ടപ്പാടി പോയി, ആദ്യമായിട്ട് വരുന്നതാണ് അട്ടപ്പാടിയിൽ നിന്ന്. അപ്പൊ അട്ടപ്പാടി പോയി സാക്ഷ്യം പറയാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ രോഗം ഉണ്ട് അച്ഛ. അപ്പൊ അച്ഛൻ പറഞ്ഞു 21 ദിവസം കരുണകൊന്ത് എത്തിക്കാൻ പറഞ്ഞു. ഞാൻ എത്തിച്ചു. പക്ഷെ ആ ധ്യാനം കഴിഞ്ഞ പിന്നെ ഇന്നേ വരെ എനിക്ക് എന്റെ കൈയും കാലും ചൊറിഞ്ഞ് മാന്തി പൊട്ടി. ആ രക്തദൂഷ്യം 5 വർഷമായി കയ്യും കാലും മാന്തി പൊട്ടി ഇങ്ങനെ വ്രണമാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നതാണ്. കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അപ്രത്യക്ഷമായി. പിന്നെ ഇത് ദിവസം ഇപ്പൊ കുറഞ്ഞ ഒരു 10-30 ദിവസമായിട്ട് 1 മാസമായിട്ട് മരുന്നും കഴിക്കണില്ല. അതിന്റെ 1 മാസമായിട്ട് മരുന്ന് നിർത്തി. എൻ്റെ പേര് സാബു ജോർജ്. പാലാരിവട്ടത്തു നിന്ന് വരുന്നു. എനിക്ക് 10 വർഷമായിട്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. 1-2 വർഷം കഴിയുമ്പോൾ രണ്ടാമതും ഫോമാകും സ്റ്റോൺ. 3 സ്റ്റോൺ ഉണ്ടായിരുന്നു. ഞാനത് വെറുതെ വിട്ടു. പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല. ഇവിടെ മാസാദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നു. എന്നിട്ട് കഴിഞ്ഞ മാസം സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോൺ ഒന്നുമില്ല. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ആ റിപ്പോർട്ട്. അതായത് 10 വർഷമായി കിഡ്നി സ്റ്റോൺ നിമിത്തം ക്ലേശം അനുഭവിക്കുന്ന സഹോദരനാണ്. ട്രീറ്റ്മെൻറ്റ് പലതും, ഈ 10 വർഷം കൊണ്ട് എത്രയോ ട്രീറ്റ്മെൻറ്റുകൾ. എന്നാൽ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം പോയി പരിശോധിച്ച് നോക്കുമ്പോൾ കിഡ്നി സ്റ്റോണേ ആ പ്രദേശത്ത് കാണാനില്ല. ഹല്ലേലൂയ. അതിന് റിപ്പോർട്ടാണ്, ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കെന്നും പരിചയാൽ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കെന്നും പരിചയാൽ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്.